എല്ലാവർക്കും നമസ്കാരം. ജനാധിപത്യത്തിലെ മഹോത്സവം എന്നാണല്ലോ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശേഷിപ്പിക്കാറ്. നമ്മുടെ രാജ്യത്തിൻ്റെ 18ാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയെയും മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാരെയും കുറിച്ച് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഭാരതത്തിൻ്റെ ദീർഘവും സംഭവബഹുലവുമായ ചരിത്രത്തിൽ ഒരു വിജയത്തെ ആലേഖനം ചെയ്ത ദിവസമാണ് 1947 ഓഗസ്റ്റ് 15. 200 വർഷക്കാലത്തെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇതിനായി ധാരാളം ധീര ദേശാഭിമാനികൾ ജീവത്യാഗം ചെയ്യുകയുണ്ടായി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ 25-നും 1952 ഫെബ്രുവരി 21-നുമിടയിലാണ് നടന്നതെങ്കിലും 1947 തന്നെ ഭാരതത്തെ ഭരിക്കുന്ന ഒരു സർക്കാർ നമുക്കവിടെ അനിവാര്യമായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചുമതലയേറ്റു. 1889 നവംബർ മാസം 14-ന് അലഹബാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. 1964 മെയ് മാസം 27-ാം തീയതിയാണ് അദ്ദേഹം നിര്യാതനായത്. നെഹ്റു തന്നെയായിരുന്നു വിദേശകാര്യ വകുപ്പും കൈകാര്യം ചെയ്തത്. ഉപപ്രധാനമന്ത്രി പദവും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ 500ഓളം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ട് അനുസരിച്ച് ഈ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ അതോ പാകിസ്ഥാനിലോ ചേരാനോ അതല്ലെങ്കിൽ സ്വതന്ത്രമായി തുടരാനോ ഉള്ള സ്വാതന്ത്ര്യം പ്രസ്തുത കരാർ പ്രകാരം അവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ വിശാലമായ രാജ്യത്തിനുള്ളിൽ അനേകം വേറിട്ട നാട്ടുരാജ്യങ്ങൾ എന്നത് വിരോധാഭാസമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏകതയും അഖണ്ഡതയും മുൻനിർത്തി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ദൗത്യം സർദാർ പട്ടേലിനായിരുന്നു. തൻ്റെ വിവേകവും കരുത്തും ഉപയോഗിച്ച് പട്ടേൽ നാട്ടുരാജ്യങ്ങളുടെ ലയനം പൂർത്തിയാക്കി. ധനവകുപ്പ് കൈകാര്യം ചെയ്ത് RK ഷൺമുഖം ചെട്ടി, പ്രതിരോധം ബൽദേവ് സിംഗ്, റെയിൽവേ വകുപ്പ് മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു കൈകാര്യം ചെയ്തത്. വിദ്യാഭ്യാസം മൗലാന അബ്ദുൽ കലാം ആസാദ്, ആരോഗ്യം രാജ്കുമാരി അമൃത് കൗർ, നിയമം ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഭരണഘടനാ ശില്പി എന്ന നിലയിലും അറിയപ്പെടുന്നുണ്ട്. ഭരണഘടനയുടെ കരടെഴുത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തൊഴിൽ വകുപ്പ് ജഗജീവൻ റാം, വാണിജ്യം CH ബാബ, വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായ്, വ്യവസായം ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. ശ്രീ മുഖർജി പിന്നീട് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുകയും BJPയുടെ മുൻ രാഷ്ട്രീയ രൂപമായ ഭാരതീയ ജനസംഘം എന്ന രാഷ്ട്രീയ പാർട്ടി 1951 ഒക്ടോബർ 21-ന് സ്ഥാപിക്കുകയും ചെയ്തു. കൃഷി ഭക്ഷ്യം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഊർജം ഖനനം NV ഗാഡ്ഗിൽ. ഇന്ത്യ പാക് വിഭജനത്തോടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അവരെ ഇന്ത്യയിൽ പുനരധിവസിപ്പിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമായിരുന്നു. അക്കാരണത്താൽ തന്നെ ഇന്ത്യയിൽ പുനരധിവാസം പരിഹാരം എന്ന ഒരു വകുപ്പ് കൂടി ചേർക്കേണ്ടി വന്നു. ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി KC നിയോഗിയായിരുന്നു. സ്വതന്ത്ര ചുമതല N ഗോപാലസ്വാമി അയ്യങ്കാർക്കായിരുന്നു. ഗോപാലസ്വാമി അയ്യങ്കാർ പിന്നീട് റെയിൽവേ വകുപ്പ് നെഹ്റുവിൻ്റെ കീഴിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ കാശ്മീർ വിഷയത്തെക്കുറിച്ച് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗമായിരുന്നു. ഇന്ത്യയിലേറെ വിവാദത്തിന് വഴി തെളിയിച്ച ജമ്മു കാശ്മീരിന് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത പ്രത്യേക സ്വയംഭരണ അവകാശവും അധികാരങ്ങളും ഒക്കെ നൽകുന്ന ഭരണഘടനയിലെ 370-ാം വകുപ്പ്, ഈ വകുപ്പ് തയ്യാറാക്കിയത് ഈ നരസിംഹ ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ഈ വകുപ്പ് രണ്ടാം മോദി സർക്കാർ എടുത്തു കളയുകയും ചെയ്തു.
ഇങ്ങനെ പ്രധാനമന്ത്രിയോടൊപ്പം പ്രധാന ചുമതലകൾ വഹിച്ച 15 മന്ത്രിമാരും അടങ്ങുന്നതായിരുന്നു ആദ്യത്തെ ഇന്ത്യയിലെ കേന്ദ്ര മന്ത്രിസഭ. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ വൈസ്രോയിയായി പ്രവർത്തിച്ചത് മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും മൗണ്ട് ബാറ്റനായിരുന്നു. രണ്ടാമത്തെ ഗവർണർ ജനറലായി സി രാജഗോപാലാചാരി പ്രവർത്തിച്ചു. പിന്നീട് ഈ അധികാരം ഇന്ത്യ നിർത്തലാക്കി. ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ വിളിച്ചോതുന്ന ഒരു ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങുന്ന ഒരു ഭരണഘടന 1950 ജനുവരി 26-നാണ് നമ്മുടെ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്നത്. ഭരണഘടനയിലെ 74-ാം വകുപ്പിലാണ് പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കുറിച്ച് ആദ്യമായി പ്രതിപാദിക്കുന്നത്. അതിലിങ്ങനെ പറയുന്നു: ദർ ഷാൾ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ എ പ്രൈം മിനിസ്റ്റർ. മന്ത്രിമാരുടെ ഒരു കൂട്ടവും അതിൻ്റെ തലവനായിട്ട് ഒരു പ്രധാനമന്ത്രിയും ഉണ്ടായിരിക്കും. കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളുടെ കാര്യത്തിൽ ഭരണഘടനയുടെ 75-ാം വകുപ്പിൽ 75(1)(a) പ്രകാരം ഇങ്ങനെ പറയുന്നു: ലോകസഭാ അംഗങ്ങളുടെ ആകെ എണ്ണത്തിൻ്റെ 15% കവിയരുത് കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളുടെ എണ്ണമെന്ന്. ഇത് 2003-ലെ 91-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ പറയുന്നത്. ലോകസഭയുടേത് മാത്രമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അല്ല. ലോകസഭയും രാജ്യസഭയും അടങ്ങുന്നതാണ് ഇന്ത്യൻ പാർലമെൻറ്റ്. നൂറ്റാണ്ടുകൾ അടക്കി ഭരിച്ച വിവിധ പാശ്ചാത്യ ശക്തികളെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. നമ്മളെ അടക്കി ഭരിച്ച ബ്രിട്ടനിൽ ഇന്ന് പ്രധാനമന്ത്രിയായി ഭാരത വംശജനായിട്ടുള്ള ഋഷി സുനക് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം.